ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, റോസ പാർക്സ് റെഫ്യൂസ്ഡ് ടു മൂവ് ആൻഡ് ദീസ് ട്രാൻസ്ഫേർഡ് എ മില്യൺ ലീവ്സ്. എന്താണ്, റോസ പാർക്ക് നീങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നിരസിച്ചു. അവരോട് പറഞ്ഞപ്പോൾ ബസ് ഡ്രൈവറൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവർ നിരസിക്കുകയാണ് ചെയ്തത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് ജീവിതങ്ങൾ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോസ പാർക്സ്. അപ്പോൾ റോസ പാർക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അയാളുടെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ റോസ പാർക്സ് എന്ന് തന്നെ കൊടുക്കുക. റോസ പാർക്സ് ഈസ് എ മെയിൻ ക്യാരക്ടർ ഇൻ റോസ പാർക്സ് സ്റ്റിൽ റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ ഈസ് എ റിയൽ ഇൻസിഡൻറ്റ്. എന്താണ്, ഇപ്പോൾ റോസ പാർക്സ് എന്ന് പറയുന്നത് റോസ പാർക്സ് സ്റ്റിൽ എന്നുള്ളതിലെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സാണ്. ഇത് ഒരു റിയൽ ഇൻസിഡൻസ്, ഒരു ശരിക്കും നടന്ന കാര്യം തന്നെയാണ്. ഇറ്റ് ടെൽസ് ഹൗ റോസ പാർക്സ് ബ്രോട്ട് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ ലീവ്സ് ഓഫ് മില്യൺസ് ഓഫ് ആഫ്രിക്കൻ അമേരിക്ക. അപ്പോൾ ഒരുപാട് മില്യൺസ് ആഫ്രിക്കൻ അമേരിക്കൻ്റെ ജീവിതം എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്നതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു റിയൽ സ്റ്റോറി തന്നെയാണ് ഈ റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന് പറയുന്നത്. ഇൻ ദിസ് story, she is a freedom fighter who fought against the white people for the black people's right in America. അപ്പോൾ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്കും വെളുത്ത വർഗ്ഗക്കാർക്കും ഇടയിൽ നടന്ന ഒരു ഫ്രീഡം ഫൈറ്റർ തന്നെയായിരുന്നു ഈ ഒരു റോസ പാർക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്റ്റോറി തന്നെയാണ് ഇത്. ഷീ വാസ് എൻ ആക്ടിവിസ്റ്റ്. എന്താണ്, റോസ പാർക്സ് ഒരു ആക്ടിവിസ്റ്റാണ്. ഷീ വാസ് എ ബ്രേവ് ആൻഡ് ലോയൽ പേഴ്സൺ. വളരെ ബുദ്ധിമതിയും അതുപോലെ തന്നെ ലോയൽ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഇഫ് ഷീ ഹാഡിൻ റെഫ്യൂസ് ടു ഗീവ് അപ്പ് ഹെർ സീറ്റ് ദർ മൈറ്റ് സ്റ്റിൽ ബി സെഗ്രിഗേഷൻ ടുഡേ. അതാണ്, ആ സീറ്റ് കൊടുക്കാൻ വേണ്ടി അവർ ചെയ്തപ്പോഴാണ് ഇന്ന് കാണുന്ന ഈ ഒരു സെഗ്രിഗേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെർട്ടൻ ക്യാരക്ടേഴ്സ് traits of the boy in the story The Light on the Hills are given below. താഴെ തന്നിട്ടുള്ളത് The Light on the Hills എന്ന സ്റ്റോറിയിലെ കുറച്ച് ക്യാരക്ടേഴ്സ്, ആ ബോയിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഡീപ്പ് ലവ് ഫോർ സിസ്റ്റർ, നോട്ട് കോൺഫിഡൻറ്റ് ഇൻ ദ ബിഗിനിങ്, സ്ട്രോങ് ഫീലിംഗ് അബൌട്ട് ഹിസ് സിസ്റ്റർ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ് യൂസിങ് ദ ഹിൻസ് ഗിവൺ അബവ്. അപ്പം മേലെ കൊടുത്തിട്ടുള്ള ഹിൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ആരെ കുറിച്ചാണ്? ബോയിനെ കുറിച്ചിട്ടാണ് അല്ലേ. റോസ പാർക്സിനെ കുറിച്ച് നോക്കി, ഇനി അടുത്തത് ബോയിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഹെഡിങ് കൊടുക്കുക ദ ലിറ്റിൽ ബോയ്. The little boy is the main character in the story The Light on the Hills, written by ലൂസി ക്ലിഫോർഡ്. അപ്പോൾ ലൂസി ക്ലിഫോർഡ് എഴുതിയ The Light on the Hills എന്നതിലെ മെയിൻ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത്. The boy is a talented painter, but she is not sure ഓഫ് ഹിംസെൽഫ്. അപ്പോൾ ഈ ബോയ് എന്ന് പറയുന്നത് വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്ററാണ്. പക്ഷെ അവനക്ക് എന്താണ്, അവനിൽ തന്നെ ഒരു വിശ്വാസമില്ലാത്ത, അവനക്കൊരു ഉറപ്പില്ലാത്ത ഒരവസ്ഥയാണ്. ഈ പെയിൻറ്റഡ് പിക്ചർ വിത്തൗട്ട് മച്ച് കെയർ ആൻഡ് ഹിസ് പിക്ചേഴ്സ് വെയറിൻറ്റ് മച്ച് പെർഫെക്റ്റ്. എന്താണ്, അവൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് കെയർ ഒന്നുമില്ലാതെ അത്രയും പെർഫെക്റ്റ് ഒന്നും ഇല്ലാത്ത പിക്ചേഴ്സ് ആയിരുന്നു. ഹി ലവ്ഡ് ഹിസ് സിസ്റ്റർ വെരി മച്ച് ആൻഡ് ഹി വാസ് സ്ട്രോങ് ഫീലിംഗ് അബൌട്ട് ഹിസ് സിസ്റ്റർ. അവനക്ക് അവൻ്റെ സിസ്റ്ററിനെ വലിയ ഇഷ്ടമാണ്. സിസ്റ്ററിനെ കുറിച്ചിട്ട് വളരെ എന്താ പറയുക, വളരെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സിസ്റ്ററിനും അവനെ കുറിച്ചിട്ട് നല്ല ഒരു സ്ട്രോങ് ഫീലിങ്സും ഉണ്ടായിരുന്നു. When his courage and confidence decrease, she support him with her words. അപ്പോൾ അവൻ്റെ ധൈര്യവും അല്ലെങ്കിൽ അവൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോകുന്ന സമയത്ത് അവളായിരുന്നു അവൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ഹെർ ബാക്ക് സപ്പോർട്ട് ദാറ്റ് ഇൻസിസ്റ്റ് ഹിം ടു പെയിൻറ്റ് ഈവൻ ആഫ്റ്റർ ഹെർ ഡെത്ത്. എന്താണ്, അവളുടെ മരണത്തിന് ശേഷവും ഇത്തരത്തിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനുള്ള ആ ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടിയത് ഇതോടുകൂടി തന്നെയായിരുന്നു. ഈ ലേൺ ദ ലെസൺ that one must dedicate himself to love, get the best ഔട്ട് ഓഫ് ഹിം. എന്തായിരുന്നു, അവന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ആ ഒരു ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് അവനെ ഇത്രയും ബെസ്റ്റാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. സോ ഹി ഡിഡ് ഹിസ് പെയിൻറ്റിങ് ഫോർ ഹിസ് ബിലൗഡ് സിസ്റ്റർ. അവൻ്റെ ബിലൗഡ് ആയിട്ടുള്ള സിസ്റ്ററിന് വേണ്ടിയിട്ടായിരുന്നു അവൻ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിരുന്നത്. ഇറ്റ് വോൺ ദ അപ്രീസിയേഷൻ ഓഫ് ദ പബ്ലിക് ലെറ്റർ ഓൺ ഹിസ് ലൈഫ്. അവൻ്റെ പബ്ലിക്കിൽ നിന്നുള്ള ആ ഒരു ലെറ്ററും അപ്രീസിയേഷനൊക്കെ അവനെ വിജയത്തിലേക്ക് നയിച്ചു. ബൈ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, ആ സ്റ്റോറിയുടെ അവസാനം ഹി ബിക്കെയിംസ് ബോൾഡ് ആൻഡ്
മെച്യൂർ ഇനഫ് ടു ഫേസ് ലൈഫ്. എന്താണ് അവൻ്റെ ഈ സ്റ്റോറിയുടെ അവസാനം കാണുന്നത് അവൻ വളരെ ബോൾഡും മെച്യൂറൊക്കെ ആയിട്ട് അവൻ്റെ ജീവിതം ഫേസ് ചെയ്യുന്നതാണ്. ഈ റിയലൈസ്ഡ് പെർഫെക്റ്റ് ലവ് ഹാപ്സ് ടു വർക്ക് ആൻഡ് വെയിറ്റ്. എന്താണ് അവന് ആ ഒരു പെർഫെക്റ്റ് കാര്യങ്ങളും ഇതൊക്കെ അവൻ റിയലൈസ് ചെയ്തു. പണ്ട് അവനക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, അവൻ എന്തൊക്കെയോ വരച്ചു കൂട്ടുമായിരുന്നു. പക്ഷെ അവസാനം എത്തിയപ്പോൾ അവനക്ക് മനസ്സിലായി അവൻ്റെ ആ ഒരു കഴിവും ടാലൻറ്റും കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. Then third question നോക്കാം. The firm decision of Rosa Parks to sit in the sat on the bus made the driver angry. എന്താണ് റോസാ പാർക്ക് ആ ഒരു സീറ്റിലിരുന്നപ്പോൾ ഡ്രൈവർക്ക് തന്നെ വളരെയധികം ദേഷ്യം തോന്നുകയാണ്. ഈ ആസ്ക്ഡ് ഹെർ ടു ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു ദ ബാക്ക്. അപ്പോൾ അവർ റോസാ പാർക്സിൻ്റെ അടുത്ത് പറഞ്ഞു എണീറ്റിട്ട് ബാക്കിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. പ്രിപ്പയർ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ റോസാ പാർക്സ് ആൻഡ് ദ ഡ്രൈവർ. അങ്ങനെ റോസാ പാർക്കും ഡ്രൈവറും തമ്മിൽ നടക്കാനിടയിലെ കോൺവെർസേഷനാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഡ്രൈവർ പറയാണ് ഹലോ ഗെറ്റ് അപ്പ് ഫ്രം ദിസ് സീറ്റ്. എന്താ പറയുന്നത്, നിങ്ങൾ ഈ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയാണ്. റോസ പറയാണ് വൈ ഷുഡ് ഐ ഗെറ്റ് അപ്പ് ഫ്രം ഹിയർ. എന്തിനാണ് ഞാൻ ഇവിടെ നിന്ന് എണീക്കുന്നത്. ഡ്രൈവർ പറയാണ് ദീസ് സീറ്റ് ആർ റിസർവ്ഡ് ഫോർ വൈറ്റ് മെൻ. എന്താണ് ഇത് വൈറ്റ് പീപ്പിൾസിന് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റാണ്. റോസ വൈ അതിന് വി ഓൾസോ പേയിങ് യു ദ സെയിം പ്രൈസ്. ഞങ്ങൾ നിങ്ങൾക്ക് സെയിം പ്രൈസാണ് തരുന്നത്. ഡ്രൈവർ പറയാണ് ബട്ട് യു പീപ്പിൾ ആർ നോട്ട് അലൗഡ് ടു സിറ്റ് ഓൺ സീറ്റ്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് സീറ്റിലിരിക്കാനുള്ള അനുവാദമില്ല. ബ്ലാക്ക് പീപ്പിൾ ഓൾവേസ് നീഡ് ടു സ്റ്റാൻഡ് ബാക്ക് സൈഡ് ഓഫ് ബസ്. ബ്ലാക്ക് പീപ്പിൾ എപ്പോഴും ബസ്സിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുകയാണ് വേണ്ടത്. റോസ പറയാണ് ഐ ആം നോട്ട് അഗ്രീയിങ് വിത്ത് യുവർ ഡിസിഷൻസ്. എന്താണ് നിങ്ങളുടെ ഈ ഡിസിഷനുമായിട്ട് ഞാൻ അഗ്രി ചെയ്യുന്നില്ല. ഡ്രൈവർ പറയാണ് ഓക്കെ ദെൻ ഓക്കെ ശരിയാണ്, ശരി നിങ്ങൾ പറയുന്നത് ശരിയാണ്. പ്ലീസ് ഗെറ്റ് ലോസ്റ്റ് ഫ്രം ഹിയർ. എന്താണ് നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളൂ എന്നാ പറയാണെന്ന്. റോസ പറയാണ് നോ ഞാൻ പോവില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് അപ്പ് ഫ്രം ഹിയർ. യു ക്യാൻ ഡു വാട്ട് എവർ യു ലൈക്ക്. ഞാൻ ഇവിടുന്ന് പോവില്ല, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങളത് ചെയ്തോളൂ എന്ന് പറയാണ്. ഡ്രൈവർ പറയാണ് ഓക്കെ ഐ എം ഗോയിങ് ടു കോൾ പോലീസ്. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാണ്. അപ്പോൾ റോസ പറയാണ് ഓക്കെ യു ക്യാൻ കോൾ പോലീസ്, ഐ നോ വാട്ട് വിൽ ഡു നെക്സ്റ്റ്. നിങ്ങൾ പോലീസിനെ വിളിച്ചോ, എനിക്കറിയാം നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല, ഞാൻ ഇവിടുന്ന് എണീറ്റ് പോവില്ല എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും റോസാ പാർക്സും ഡ്രൈവറും തമ്മിൽ നടക്കാനുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, in an exhibition you happen to see the beautiful paintings of the boy in the story The Light on the Hills. Write a letter to congratulate him. എന്താണ് നിങ്ങൾ എക്സിബിഷന് പോയപ്പോൾ നിങ്ങളവിടെ നമ്മുടെ ലിറ്റിൽ ബോയുടെ ആ ഭംഗിയുള്ള പെയിൻറ്റിങ്സ് ഒക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്റർ ആണ് നമ്മൾ എഴുതേണ്ടത്. ലെറ്റർ എഴുതുമ്പോൾ പ്ലേസ് ഉണ്ടായിരിക്കണം. എന്താണ് ന്യൂ ഡൽഹി, ഡേറ്റ് ഉണ്ടായിരിക്കണം 2 ഒക്ടോബർ 2016. ദെൻ ഡിയർ ഹാരി, ഹാരിയെ വിളിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. എന്താണ് ഞാൻ വിശ്വസിക്കുന്നത് നീ നല്ല രീതിയിലിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ്. ഐ ആം റൈറ്റിംഗ് ടു ദീസ് ടു എക്സ്പ്രസ് മൈ ഹാപ്പിനെസ് ഓൺ യുവർ അച്ചീവ്മെൻറ്റ്. നിൻ്റെ അച്ചീവ്മെൻറ്റിൽ എൻ്റെ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുന്നത്. ഹെർട്ടി കൺഗ്രാജുലേഷൻസ്. എന്താണ് ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ് പറയാണ്. ഐ സോ ഓൾ ദ പിക്ചേഴ്സ് ഓഫ് യുവർ ഇൻ ആർട്ട് എക്സിബിഷൻ. ഞാൻ കണ്ടു നിൻ്റെ ആർട്ട് എക്സിബിഷനിൽ നിൻ്റെ എല്ലാ പിക്ചേഴ്സും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ മസ്റ്റ് സേ ഇറ്റ് ഈസ് ഇൻഡീഡ് സ്പെക്ടാക്കുലർ. എന്താണ് ഞാൻ ശരിക്കും പറയാണ് ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒന്നാണെന്ന് പറയാണ്. ഹാരി ഐ റീഡ് അബൌട്ട് യുവർ ഗ്രോത്ത് ആസ് എൻ ആർട്ടിസ്റ്റ് ഇൻ ടുഡേയ്സ് ന്യൂസ് പേപ്പർ ഓൾസോ. നിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് നീ എങ്ങനെയാണ് വളർന്നത്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നീ എങ്ങനെയാണ് വളർന്നത് എന്നതിനെ കുറിച്ചിട്ട് നിൻ്റെ ഇന്നത്തെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഐ വാസ് റിയലി ടച്ച്ഡ് ടു ലേൺ അബൌട്ട് ദ വണ്ടർഫുൾ വേ ഇൻ വിച്ച് യു വർ ഇൻസ്പയർഡ് ബൈ യുവർ സിസ്റ്റർ. എന്താണ് നിൻ്റെ സിസ്റ്ററിൽ നിന്നും നീ ഇത്രയും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു വണ്ടർഫുൾ വേനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ശരിക്കും എനിക്കത് ഉള്ളിൽ തട്ടി എന്ന് പറയാണ്. യു ആർ ട്രൂലി ഡെഡിക്കേറ്റഡ് ടു ആർട്ട്. നീ ശരിക്കും ആർട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മോർ എവർ യു ഹാവ് വർക്ക്ഡ് വെരി ഹാർഡ് ടു ഗ്രൂ യുവർ സെൽഫ് ആസ് എൻ ആർട്ടിസ്റ്റ്. എന്താണ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നീ ഇപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നൗ ദ റിസൾട്ട് ഈസ് ഹിയർ ഫോർ ദ ഹോൾ വേൾഡ് ടു സീ ആൻഡ് ഫോർ യു ടു ഫീൽ പ്രൗഡ് ഓഫ്. എന്താണ് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ വേൾഡ് തന്നെ നിന്നെക്കുറിച്ച് അഭിമാനം കൊള്ളുകയാണ്. ഐ ആം ഷുവർ, ഞാൻ ഉറപ്പിക്കുന്നു, യു വിൽ ബ്ലൂം ആസ് എ റിനോഡ് പെയിൻറ്റർ ഇൻ ദ കമ്മിങ് ഇയർ. ഇനി വരുന്ന വർഷങ്ങളിൽ നീ എന്താണ് ഒരു പുതിയ പെയിൻറ്ററായിട്ട് ബ്ലൂം ചെയ്യും, വളർന്നു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ആഗ്രഹിക്കുന്നത്, എനിക്കത് ഉറപ്പുണ്ട്. ഐ വിഷ് യു ലക്ക് ഇൻ യുവർ ഓൾ ഫ്യൂച്ചർ എൻഡേഴ്സ്. എന്താണ് ഇനിയുള്ള നിൻ്റെ ഫ്യൂച്ചർ ജീവിതത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ. വീണ്ടും കൺഗ്രാറ്റ്സ് പറയാൻ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറി ആയിട്ട് എഴുതാൻ പറയും, അല്ലെങ്കിൽ എന്താണ് ആ ബോയുടെ ഫീലിങ്സ് ആയിട്ട് എഴുതാൻ വേണ്ടി പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ദ ബോയ് ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വാസ് എക്സ്ട്രീംലി ഹാപ്പി ആഫ്റ്റർ ദ ഡിസ്കവറിങ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. എന്താണ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്നതിലെ ആ ബോയ് ആ വീട് കണ്ടുപിടിച്ചപ്പോൾ വളരെയധികം ഹാപ്പി ആയിരുന്നു. ഈ ജോട്ട്സ് ഡൗൺ ഹിസ് ഫീലിംഗ് ഇൻ ദ ഡയറി. അപ്പോൾ എന്താണ് ഒരു ഡയറി ആയിട്ട് എഴുതുകയാണ്. ഡ്രാഫ്റ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. ആ ഡയറി എൻട്രിയാണ് എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ ഡേ എഴുതുക. എന്താണ് 22/4/2000 മൺഡേ. ഓക്കെ, ഡേറ്റും തന്നിട്ടുണ്ട്. ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ. എന്താണ് ഇന്ന് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമാണ്. യെസ്റ്റർഡേ ഐ വാസ് വെരി ബോർഡ് ആൻഡ് വെൻ ഐ ടോൾഡ് മൈ മം ദാറ്റ് വാസ് ബോർഡ് ഷീ കമൻറ്റഡ് ഓൺ എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ക്യാൻ ഐ ഡു. എന്താണ് ഇന്നലെ ഞാൻ എൻ്റെ മമ്മയുടെ അടുത്ത് എനിക്ക് ബോറടിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അറ്റ് ലാസ്റ്റ്, അതിലെ ഏറ്റവും ലാസ്റ്റായിട്ട് ഷീ സെൻഡ് മീ ഔട്ട് ടു റീച്ച് ഫോർ ദ സ്ട്രാഞ്ചേഴ്സ് ലിറ്റിൽ ഹൗസ്. എന്താണ് അങ്ങനെ അവസാനം ഒരു ലിറ്റിൽ ഹൗസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്നെ അയച്ചു. ഷീ ഗേവ് മീ സം ക്ലൂസ് ദാറ്റ് ഇറ്റ്സ് ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ്, നോ ഡോസ്, നോ എ ചിമ്മിനി ഓൺ എ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. എന്താണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്ലൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നു? ഒരു ചെറിയ ഹൗസാണ്, അതിന് വിൻഡോ ഇല്ല, ഡോർ ഉണ്ടാവില്ല, ഒരു ചിമ്മിനി മാത്രം ടോപ്പിലുണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ മിഡിൽ ഒരു സ്റ്റാറും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ബൈ ഹിയറിങ് ദിസ് ഐ ആം ത്രിൽഡ്. ഇത് കേട്ടപ്പോൾ എന്താണ് ഞാൻ വളരെയധികം ത്രില്ലായി. ആൻഡ് ഐ ലുക്ക് മൈ ഡ്രസ്സസ്, റെയിൻ കോട്ട്, ഹാറ്റ്, സ്കാർഫ്, മിറ്റൻസ് ആൻഡ് മൈ ബൂട്ട്സ്. ഇത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സും റെയിൻ കോട്ടും ഹാറ്റും സ്കാർഫും മിറ്റൻസും എല്ലാം ബൂട്ട്സും എല്ലാം ഞാൻ എടുത്തു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി വിത്ത് മൈ ബിഗ് ഹോപ്പ്. ഞാൻ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ആ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ദർ ഐ സോ എ റെഡ് ഹൗസ് ബട്ട് ദ ഹൗസ് വാസ് സ്ക്വയർ നോട്ട് റൗണ്ട്. അങ്ങനെ ഞാൻ ഒരു ഹൗസ് കണ്ടു, റെഡ് ഹൗസ് കണ്ടു, പക്ഷെ അത് റൗണ്ട് ആയിരുന്നില്ല, സ്ക്വയർ ആയിരുന്നു. As I stood on the sidewalk, feeling buzzed, a little white mail truck pulled up and a mail carrier poked out of the window. എന്താണ് ഞാൻ അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വളരെ ആശയക്കുഴപ്പത്തിലായി. കാരണം എന്താണ് അവിടെ ഒരു കാരിയറും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതോടുകൂടി ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ഈ തോട്ട് ഐ വാസ് ലോസ്റ്റ്. അങ്ങനെ അവൻ വിചാരിച്ചു ഞാൻ എന്താണ് എന്നെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. ബൈ ടോൾഡ് ഹിം ഐ വാസ് സെർച്ചിങ് ഫോർ എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ ഡോസ്, എ ചിമ്മിനി ഓൺ ദ ടോപ്പ്, എ ലിറ്റിൽ സ്റ്റാർ ഇൻ ദ മിഡിൽ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്താണ് ഞാനൊരു ചെറിയ റെഡ് ഹൗസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് ഡോറൊന്നും ഇല്ലാത്ത ഒരു ചിമ്മിനി മാത്രമുള്ള അതിൻ്റെ സെൻറ്ററിൽ സ്റ്റാറുമുള്ളതാണെന്ന് പറഞ്ഞു. Then a mail carrier told me that he hadn't seen a house like that before. അപ്പോൾ ആ ഒരു മെയിൽ കാരിയർ പറഞ്ഞു ഞാൻ ഇതുവരെ അത്തരത്തിലുള്ളൊരു വീട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഐ വെൻറ്റ് ബാക്ക് ടു മൈ മദർ വിത്ത് എ പ്രൗഡ് ഫീലിംഗ് ദാറ്റ് ഐ കുഡ് ഫൈൻഡ് ദ ഹൗസ്. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനത് കണ്ടുപിടിക്കുകയും വളരെ അഭിമാനത്തോടു കൂടിയിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ഐ ഫെൽറ്റ് പീസ്ഫുൾ ആൻഡ് ഐ റിക്വസ്റ്റഡ് ഹെർ ടു ഗിവ് ഹെർ സച്ച് അഡ്വഞ്ചേഴ്സ് ഇൻ്റർവെൽസ് ഓഫ് ടൈം. അപ്പോൾ ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഇത്തരത്തിലുള്ള അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനും എന്നെ ഏൽപ്പിക്കാനൊക്കെ ഞാൻ പറഞ്ഞു. ഐ വിൽ ഓൾവേസ് കീപ് ദിസ് മൊമെൻറ്റ് ആസ് എ ഗോൾഡൻ ഫീദർ ഇൻ മൈ ലൈഫ്. എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വളരെ ഗോൾഡൻ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത് എന്ന് പറയാണ്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഡയറി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ഡയറി എഴുതേണ്ടത്. ഇനി ഇതിലെ അടുത്തൊരു ചോദ്യമാണ് ദ ബോയ്സ് ലവ് റിജക്റ്റഡ് ഇൻ ദ സ്റ്റോറി ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്. എന്താണ് ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന പാഠഭാഗത്തിലെ ആ ബോയ് റിജക്റ്റ്, ആ സ്റ്റോറിയിൽ നമുക്കറിയാമല്ലേ ആ ബോയുടെ റിജക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഹി ഫീൽസ് വെരി സാഡ് ആൻഡ് റൈറ്റിംഗ് ഹിസ് ഫീലിംഗ് ഇൻ ഹിസ് ഡയറി. അപ്പോൾ അവൻ്റെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പയർ ദ ലൈക്ലി ഡയറി എൻട്രി. ആ ഡയറിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു ഡേ ഉണ്ടാവണം അല്ലേ, മൺഡേ 12th November 2000.
ടുഡേ വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ. എന്താണ്, ഇന്ന് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമാണ്. ഐ റിയലൈസ്ഡ് ദാറ്റ് പ്യുവർ ലവ് ഹാസ് നോ വാല്യൂ ഇൻ ദിസ് ഫേക്ക് വേൾഡ്. ഈ ഒരു ഫേക്ക് വേൾഡിൽ പ്യുവർ ലവിന് ഒരു വിലയുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഷീ റിജക്റ്റഡ് മൈ ലവ് ആൻഡ് ത്രൂ മൈ റെഡ് റോസസ് ടു സ്ട്രീറ്റ് ഫോർ അക്സെപ്റ്റിംഗ് ദ പേഴ്സൺ ഹു ഗേവ് ഹെർ ലക്ഷറീസ് ഗിഫ്റ്റ്. എന്താണ്, അവൾ എൻ്റെ ആ ഒരു ലവും എൻ്റെ റെഡ് റോസ് ലവ് റിജക്റ്റ് ചെയ്തു. എങ്ങനെയാണ്, ആ റെഡ് റോസിലൂടെ കൂടിയിട്ട് എൻ്റെ ലവ് അവൾ റിജക്റ്റ് ചെയ്യാണ്. ഞാൻ ഈ ലക്ഷൂറിയസ് ഗിഫ്റ്റിന് പകരം അവൾക്ക് ഈ ഒരു റെഡ് റോസ്റ്റാണ് അവൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷീ ഡസൻ നോ മൈ എഫേർട്ട് ബിഹൈൻഡ് ദ റെഡ് റോസ്. അവൾക്ക് അറിയില്ല ഞാൻ ആ റെഡ് റോസിൻ്റെ പിറകിൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് അവൾക്ക് അറിയില്ല. നോട്ട് ഓൺലി മീ, ദ ഹോൾ നേച്ചർ ആൻഡ് നൈറ്റിംഗേൽ സ്റ്റുഡ് വിത്ത് മീ ടു ഫുൾഫിൽ മൈ ഡ്രീം. ഞാൻ മാത്രമല്ല, ഈ നേച്ചറും ഈ നൈറ്റിംഗേലും എല്ലാവരും എൻ്റെ കൂടെ ഈ ഒരു ഡ്രീം അല്ലേ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ദ നൈറ്റിംഗേൽ സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ഓൺ മൈ ലൈഫ്. നൈറ്റിംഗേൽ ഒരുപാട് അവളുടെ ലൈഫ് തന്നെ എൻ്റെ ലവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. ഐ റിയലി ഫീൽ ഗിൽറ്റി ടുവേഴ്സ് മീ. എനിക്കെന്താണ്, എന്നോട് തന്നെ ഒരു ഗിൽറ്റി ഫീലിങ്സ് ആണ് തോന്നുന്നത്. ബട്ട് ഐ ഹോപ്പ്, എന്താണ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, ദാറ്റ് ഗുഡ് തിങ്സ് ആർ ഓൺ ദ വേ. ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ടെന്നാണ്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇനി ഇതിലെ അവസാനത്തെ ഒരു ആക്ടിവിറ്റിയാണ് ദർ ആർ സം എറേഴ്സ് ഇൻ ദ പാസേജ് ദേ വർ അണ്ടർലൈൻ എഡിറ്റ് ദം. താഴെ തന്നിട്ടുള്ള പാസേജിൽ കുറച്ച് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതുണ്ട്, അത് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലൈഫ് വാസ് എ ജേർണി ഫ്രം ബർത്ത് ടിൽ ഡെത്ത്. This journey is a mixture of good or bad experiences, which is true about traveling too. Such experiences may help the individual in facing the challenges that life is thrown to him. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്നുള്ളതാണ് ആദ്യം അല്ലെ. ലൈഫ് വാസ് എന്നുള്ളിടത്ത് എന്താണ്, ഈസാണ് വരേണ്ടത്. അതുപോലെ തന്നെ ഗുഡ് ഓർ ബാഡ്, അവിടെ ഓർ അല്ല ആൻഡ് ആണ് വരേണ്ടത്. അടുത്തത് ത്രോ എന്നുള്ളതാണ്, അവിടെ ത്രോ അല്ല ത്രോസ് എന്നാണ് വരേണ്ടത്. ഇനി അവസാനത്തെ ഒരു എഡിറ്റും കൂടെ ഉണ്ട്. എഡിറ്റ് ദ എറേഴ്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. വൺസ് മോർ ദേ ലുക്ക്ഡ് ഫോർ ദ ഹിൽസ്. അവിടെ എന്താണ്, ഫോർ എന്നല്ല അറ്റ് എന്നാണ് വരേണ്ടത്. ഹിൽസ് ഹൂ എന്നുള്ളിടത്ത് ഹൂ അല്ല ദാറ്റ് എന്ന് വരേണം. സീംഡ് ടു റോസ് അപ്പ് അല്ല റോസ് അപ്പ് തന്നെയാണ്. കട്ട് ഓഫ് ദ ഡീപ്പ് ഷാഡോ, അവിടെ ഷാഡോ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. ഇൻ ടു ദ ലൈറ്റ് ആൻഡ് ദെൻ ടുഗെദർ ദ വെൻറ്റ് ഹോം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.